അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മസ്അലകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം നാം പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു അമലാണ്, വളരെയധികം ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ചില മസ്അലകളാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മുടെ ഈ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അതിൻ്റെ സമയം എപ്പോഴാണ്? ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന സമയം ദുൽഹിജ്ജ 10, അതായത് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം, പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിനും ഖുതുബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞത് മുതൽ ദുൽഹിജ്ജ 13-ന്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉദ്ഹിയ്യത്തിൻ്റെ സമയം. അതായത് പെരുന്നാൾ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു, ആ ഉദിച്ചതിന് ശേഷം നമുക്ക് പെരുന്നാൾ ഒരു 2 റക്അത്ത് പെരുന്നാൾ നിസ്കരിക്കാനും ആ പെരുന്നാളിൻ്റെ ഖുതുബയ്ക്കും ആവശ്യമായ സമയം കഴിഞ്ഞാൽ, അത്രയും സമയം കഴിഞ്ഞാൽ നമുക്ക് ഉദ്ഹിയ്യത്ത് കർമ്മം ആരംഭിക്കാവുന്നതാണ്. പിന്നെ എന്ന് വരെ സമയമുണ്ട്? പെരുന്നാൾ കഴിഞ്ഞ് ശേഷമുള്ള 3 ദിവസം, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ. അപ്പോൾ ദുൽഹിജ്ജ 10 മുതൽ 13 അസ്തമിക്കുന്നത് വരെ നമുക്ക് ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാനുള്ള സമയമുണ്ട്. ഉദ്ഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകം എന്നിവയാണ്. ആട് നമുക്കറിയാം 2 വയസ്സുള്ള ആടായിരിക്കണം. മാട് എന്ന് പറഞ്ഞതിൽ പശു, കാള, എരുമ, പോത്ത്, അതാണ് മാടിൽ ഉൾപ്പെടുക. അപ്പം നമുക്ക് കാളയെ വാങ്ങി ഉദ്ഹിയ്യത്ത് അറുക്കാം, എരുമയെ വാങ്ങി അറുക്കാം, പോത്തിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് അറുക്കാം. ഈ സമയത്ത് ഇതിനൊക്കെ 2 വയസ്സുള്ളതായിരിക്കണം. പിന്നെ കാള, എരുമ, പോത്ത് തുടങ്ങിയ മാടിലും അതുപോലെ ഒട്ടകത്തിലുമൊക്കെ 7 പേർക്ക് വീതം അതിൽ പങ്കുചേരാവുന്നതാണ്. ഒരു മൃഗത്തിൽ 7 പേർക്ക് വീതം പങ്കുചേർന്ന് 7 പേർ കൂടിയിട്ട് ഒരു മൃഗത്തിനെ വാങ്ങി അറുത്താൽ മതി. ആടാണെങ്കിൽ ഒരാൾക്ക് ഒരു ആടിനകത്ത് ഒരാൾക്ക് മാത്രമേ പങ്കുചേരാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ വയസ്സുണ്ട്. ഈ മൃഗങ്ങളെ വാങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ മൃഗത്തിനെ വണ്ണവും വലുപ്പവും നീളവും നോക്കി വാങ്ങിയാൽ പോരാ, അതിൻ്റെ വയസ്സ് കറക്റ്റാക്കി വാങ്ങണം. അതെങ്ങനെയാണ് വയസ്സറിയുന്നത്? ആ മൃഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാർക്ക് അവർക്ക് കാണുമ്പോൾ അതിൻ്റെ വയസ്സ് മതിപ്പ് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരതിൻ്റെ കറക്റ്റ് വയസ്സ് പറഞ്ഞു തരും. നോക്കാം, ആട് എന്ന് പറയുമ്പോൾ 2 ഇനം ആടുണ്ട്. കോലാട്, നെയ്യാട് എന്നീ 2 ഇനത്തിൽപ്പെട്ട ആടുകളുണ്ട്. നമ്മുടെ ഈ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ആട് അത് കോലാടാണ്. ആ കോലാടിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം ഉദ്ഹിയ്യത്ത് കർമ്മം സഹിയാകണമെങ്കിൽ. ഉദ്ഹിയ്യത്ത് കർമ്മം അത് കറക്റ്റായി ഉദ്ഹിയ്യത്തായിട്ട് വീടണമെങ്കിൽ 2 വയസ്സുള്ള ആടായിരിക്കണം. നെയ്യാട്, ഗൾഫിലൊക്കെയുള്ള ആട് നെയ്യാട്, അതിന് 1 വയസ്സുണ്ടായാൽ തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് പറ്റുന്നതാണ്. പിന്നെ മാട് എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കാള, എരുമ, പോത്ത് തുടങ്ങിയ ആ മാട് ഇനത്തിൽപ്പെട്ടതിനൊക്കെ 2 വയസ്സുണ്ടായിരിക്കണം. നമ്മളൊരു പോത്തിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് വാങ്ങി അറുത്താലും 7 പേര് കൂടിയിട്ട് അറുത്താലും 7 പേര് കൂടി വാങ്ങി അറുത്താലും അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. എങ്കിലേ അത് ഉദ്ഹിയ്യത്ത് കർമ്മം ആയി പരിഗണിക്കുകയുള്ളൂ. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പോൾ ഒട്ടകത്തിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോൾ അതിന് 5 വയസ്സുണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പിന്നെ നമ്മുടെ കേരളത്തിൽ ആരും ഒട്ടകത്തിന് വാങ്ങി ഇറക്കുന്നില്ല, അതൊക്കെ ഗൾഫിലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നമ്മൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്ന മൃഗങ്ങൾ അത് നല്ല മുന്തിയ ഇനത്തിൽപ്പെട്ട നല്ല മൃഗമായിരിക്കണം. രോഗമില്ലാത്ത, ന്യൂനതകളൊന്നുമില്ലാത്ത നല്ല മൃഗത്തിനെയാണ് വാങ്ങി ഉദ്ഹിയ്യത്ത് ഇറക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഒരു അന്ധതയുള്ള മൃഗം, ഒരു കണ്ണിന് കാഴ്ചയില്ല, അല്ലെങ്കിൽ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു പോത്തിനെയോ എരുമയോ വാങ്ങി ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ചാൽ അത് ഉദ്ഹിയ്യത്തായി പരിഗണിക്കുകയില്ല. കാരണം അന്ധത ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതിന് കാഴ്ച കുറവായതുകൊണ്ട് ചിലപ്പോൾ വില കുറച്ച് കിട്ടും. അങ്ങനെ വില കുറച്ച് കിട്ടിയാലും നമ്മളത് വാങ്ങി അറുക്കാൻ പറ്റൂല, ഉദ്ഹിയ്യത്തായി പരിഗണിക്കുകയില്ല. അതുപോലെ അന്ധത, വാദരോഗം പിടിപെട്ട മൃഗങ്ങളുണ്ട്. വാദരോഗം പിടിപെടുമ്പോൾ ചില മൃഗങ്ങൾ മെലിഞ്ഞു പോകും. അങ്ങനെ വാദരോഗം പിടിപെട്ട മൃഗമാണെങ്കിലും അതിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ പറ്റുകയില്ല. അത് ഉദ്ഹിയ്യത്തിന് പറ്റിയ മൃഗമല്ല. മറ്റൊന്ന് വ്രണം. ഒരു മൃഗത്തിന് എങ്ങനെയോ മുറിവ് സംഭവിച്ചു, കാലിലോ കയ്യിലോ ശരീരത്തെവിടെയെങ്കിലും ഒരു മുറിവ് സംഭവിക്കുകയും നല്ലൊരു വ്രണമായി മാറുകയും ചെയ്താൽ ആ വ്രണം ബാധിച്ച ഒരു മൃഗത്തിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയാൽ ആ ഉദ്ഹിയ്യത്ത് കർമ്മം ശരിയാവുകയില്ല. മറ്റൊന്ന് മുടന്ത് ബാധിച്ച്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുടന്ത് ബാധിച്ച മൃഗം, ആ
എവിടെയോ മറിഞ്ഞു വീണിട്ടോ എങ്ങനെയോ അതിന് മുടന്ത് ബാധിച്ചു, അല്ലെങ്കിൽ ജന്മനാ മുടന്ത് ബാധിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞു വീണിട്ട് ഒരു കാലിനോ കൈക്കോ മുടന്ത് ബാധിച്ചു, വില കുറച്ച് കിട്ടും. പക്ഷേ അതിനെ വാങ്ങി ഉദ്ഹിയത്ത് കർമ്മം നടത്തിയാൽ അത് പറ്റുകയില്ല. മറ്റൊന്ന് മെലിച്ചിൽ രോഗം, മെലിഞ്ഞു പോകുന്ന മെലിച്ചിൽ രോഗം ബാധിച്ച മൃഗമാണ്. അതിനെയും വാങ്ങി ഉദ്ഹിയത്ത് നടത്താൻ, ആടായാലും ഇനി എരുമയായാലും പോത്തായാലും അതിനെ വാങ്ങി ഉദ്ഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ അതും പറ്റുകയില്ല. മറ്റൊന്ന് നമ്മൾ വാങ്ങുന്ന മൃഗം അത് ആടായാലും മറ്റ് മാടായാലും ശരി, ഗർഭമുണ്ടെങ്കിൽ അതിനെയും ഉദ്ഹിയത്ത് കർമ്മം നടത്താൻ പാടില്ല. ഗർഭമുള്ള ഒരു മൃഗത്തിനെ എരുമ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന എരുമ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഗർഭിണിയാണ് എന്ന്. എന്നാൽ ആ മൃഗത്തിന് ഉദ്ഹിയത്ത് അറക്കാൻ പാടില്ല എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നാം ഈ പറഞ്ഞ അന്ധത, വാദം, വ്രണം, മുടന്ത്, മെലിച്ചിൽ തുടങ്ങിയ ആ ന്യൂനതകളുള്ള മൃഗങ്ങളെ ഒന്നും, ആ രോഗങ്ങൾ ബാധിച്ച മൃഗങ്ങളെ ഒന്നും ഉദ്ഹിയത്ത് കർമ്മത്തിന് പറ്റുകയില്ല. അതുപോലെ ഗർഭമുള്ള മൃഗത്തിനെയും ഉദ്ഹിയത്ത് അറക്കാൻ പാടില്ല. അതുപോലെ മറ്റൊന്ന് നാവ്, അകിട്, ചെവി എന്നിവ ഭാഗികമായോ പൂർണ്ണമായോ മുറിഞ്ഞതും പറ്റുകയില്ല. അപ്പോൾ ആ മൃഗത്തിൻ്റെ നാവ് അല്ലെങ്കിൽ അകിട് അല്ലെങ്കിൽ ചെവി ഇതൊക്കെ കുറച്ച് മുറിഞ്ഞിട്ടുള്ളൂ, പൂർണ്ണമായും മുറിഞ്ഞു പോയില്ല, കുറച്ചേ മുറിഞ്ഞിട്ടുള്ളൂ, എങ്കിൽ പോലും ആ മൃഗത്തിനെയും ഉദ്ഹിയത്ത് കർമ്മത്തിന് പറ്റുകയില്ല എന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുപോലെ മറ്റൊന്ന്, ഉദ്ഹിയത്ത് കർമ്മം നമുക്കറിയാം സുന്നത്തായ ഒരു കർമ്മമാണ്. പക്ഷേ ഇത് നിർബന്ധമാകുന്ന എപ്പോഴാണ്? നമ്മൾ നേർച്ചയാക്കുമ്പോഴാണ് ഉദ്ഹിയത്ത് കർമ്മം നിർബന്ധമായി മാറുന്നത്. ചിലപ്പോൾ നമ്മുടെ മക്കൾ അസുഖം മാറാൻ വേണ്ടി, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, അല്ലെ നമ്മുടെ അസുഖം മാറാനോ നമ്മുടെ മക്കളുടെ അസുഖം മാറാനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഉദ്ഹിയത്ത് കർമ്മം നേർച്ചയാക്കാറുണ്ട്. അങ്ങനെ ഉദ്ഹിയത്ത് കർമ്മം നമ്മൾ ആരെങ്കിലും നേർച്ചയാക്കിയാൽ ആ ഉദ്ഹിയത്ത് നമുക്ക് നിർബന്ധമായി മാറുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നെങ്ങനെയാണ്? നമ്മളൊരു ഉദ്ഹിയത്തിന് ആവശ്യമായ ഒരു മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വരികയാണ്. ഒരു ഉദ്ഹിയത്തിന് ആവശ്യമായ മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, അവർ ചോദിച്ചതിൻ്റെ മറുപടിയായിട്ട് ഇതെന്തിനു കൊണ്ടുപോകുന്നു, ഇതെന്തിനാ വാങ്ങിയത് എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയായിട്ടോ ഇനി അവരിങ്ങോട്ട് ചോദിക്കാതെയോ നമ്മൾ മറ്റൊരാളോട് പറയുകയാണ്. എങ്ങനെ പറഞ്ഞു? ഇതെൻ്റെ ഉദ്ഹിയത്ത് മൃഗമാണ്, ഇതെൻ്റെ ഉദ്ഹിയത്ത് മൃഗമാണ് എന്നൊരാളോട് നമ്മൾ പറഞ്ഞാൽ ഈ മൃഗം നിർബന്ധമായി ഉദ്ഹിയത്ത് കർമ്മം നിർബന്ധമായി പോകും. അപ്പോൾ എങ്ങനെയാണ്? നമ്മളൊരു മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആരെങ്കിലും നമ്മളോട് ഇതെന്തിനു കൊണ്ടുപോകുന്നു, എന്തിനു വാങ്ങിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് മിണ്ടാതെ പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവരോട് പറയണം ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ്, സുന്നത്തായ എന്ന് ചേർത്ത് കൊടുക്കണം. ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്തിനുള്ള മൃഗമാണ് എന്ന് അവരോട് മറുപടി പറയണം. അതല്ലാതെ ഇതെൻ്റെ ഉദ്ഹിയത്ത് മൃഗമാണ് എന്ന് പറഞ്ഞാൽ ആ പറച്ചിലോടുകൂടി ഈ ഉദ്ഹിയത്ത് നിർബന്ധമായി പോകുന്നതാണ്. അപ്പോൾ നിർബന്ധമാകുമ്പോൾ എന്ത് ചെയ്യും? നിർബന്ധമായ ഉദ്ഹിയത്ത് കർമ്മം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ആ നടത്തുന്നവനും അവൻ്റെ കുടുംബത്തിനും കഴിക്കാൻ പറ്റൂല. നേർച്ചയാക്കിയാൽ നിർബന്ധമായി പോയാൽ ഉദ്ഹിയത്ത് കർമ്മം നിർബന്ധമാക്കി കഴിഞ്ഞാൽ അവനും പിന്നെ കഴിക്കാൻ പറ്റൂല, അവൻ്റെ കുടുംബത്തിനും കഴിക്കാൻ പറ്റൂല, സമ്പന്നർക്കാർക്കും പണക്കാർക്കാർക്കും പിന്നെ കൊടുക്കാനും പറ്റൂല. ഇത് മുഴുവനും, ഈ മൃഗത്തിൻ്റെ ഇറച്ചി മുഴുവനും പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. അങ്ങനെ നമുക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ മസാലകൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഉദ്ഹിയത്ത് നമുക്ക് നിർബന്ധമാകുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ നേർച്ചയാക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചതിൻ്റെ മറുപടിയായിട്ടോ ഇനി ചോദിക്കാതെയോ നമ്മൾ അവരോട് ഇതെൻ്റെ ഉദ്ഹിയത്തിൻ്റെ മൃഗമാണ് എന്ന് പറഞ്ഞാൽ ഈ ഉദ്ഹിയത്ത് നിർബന്ധമായി പോകും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് പറയേണ്ട മറുപടി ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്തിൻ്റെ മൃഗമാകുന്നു, ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്നേ പറയാവൂ എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചു തരികയാണ്. ഇനി നമുക്ക് വേറെ മസല നോക്കാം. ഈ നമ്മൾ ഉദ്ഹിയത്തിന് വാങ്ങിയ മൃഗമുണ്ടല്ലോ, ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയത്തിന് നേർച്ച ചെയ്തു എന്നൊരാൾ മൃഗത്തിന് വാങ്ങിക്കൊണ്ട് നേർച്ചയാക്കി. ഒരാൾ ഒരു മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ മൃഗത്തിനെ കുറിച്ച് ഇത് ഞാൻ ഉദ്ഹിയത്തിന് നേർച്ചയാക്കി, ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയത്തിന് നേർച്ച ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞു. ആ മൃഗം തൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ നഷ്ടപ്പെട്ടാൽ, അവൻ്റെ വീഴ്ച കൊണ്ടല്ല, അവൻ്റെ അടുത്ത് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല, അവൻ അതിനെ കൊണ്ടുവന്ന് അതിനെ താമസിപ്പിക്കേണ്ട സ്ഥലത്ത് ആ തൊഴുത്തിൽ തന്നെ കെട്ടി എല്ലാം ഭദ്രമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ ഈ മൃഗത്തിന് നഷ്ടപ്പെട്ടു പോയാൽ വേറൊന്നിനെ വാങ്ങി അറുക്കൽ അവനിക്ക് നിർബന്ധമില്ല. അപ്പോൾ
ഒരു മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വന്നു, അവൻ നേർച്ചയാക്കുമ്പോഴാണല്ലോ വിഷയം വരുന്നത്. സുന്നത്തായ ഉദ്ദേശത്തിന് വാങ്ങിക്കൊണ്ട് വന്നു, ആ മൃഗം എങ്ങനെയോ കെട്ടഴിച്ചു പോയി, അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാൽ സുന്നത്തായ ഉദ്ദേശത്ത് നടത്താൻ നമുക്ക് പറ്റിയില്ല, ആ മൃഗം പോയി, വേറൊന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നേർച്ചയാക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. നേർച്ചയാക്കിയ മൃഗം അത് നിർബന്ധമാണ്, ആ ഉദ്ദേശത്ത് കയറും നിർബന്ധമാണ്. അവൻ കൊണ്ടുവന്ന് സൂക്ഷ്മതയില്ലാതെ എവിടെയെങ്കിലും കെട്ടിയിട്ടതല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി എല്ലാം ഭദ്രമായി അതിനെ നല്ല രൂപത്തിൽ സൂക്ഷിച്ചു. എന്നിട്ടും ആരോ കട്ടുകൊണ്ടുപോയി, അതല്ലെങ്കിൽ ആ മൃഗത്തെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കെട്ടഴിച്ചു പോയി, ഒന്നുകിൽ അതിന് കെട്ടഴിച്ച് നഷ്ടപ്പെട്ടു പോയി, അതല്ലെങ്കിൽ ആരോ കട്ടുകൊണ്ടുപോയി. അങ്ങനെ വന്നാലും അതിന് പകരം വേറൊന്നിനെ വാങ്ങി അറുക്കൽ നിർബന്ധമില്ല. ഇനി ഒരാൾ നേർച്ചയാക്കിയത് എങ്ങനെയാണ്? ഒരു മൃഗത്തെ ഉളിഹത്ത് അറുക്കാൻ ഞാൻ നേർച്ച ചെയ്തു എന്ന് നേർച്ചയാക്കി. നേരത്തെ പറഞ്ഞ എങ്ങനെയാ? മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ മൃഗത്തിനെ ഉളിഹത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറയുമ്പോഴാണ് ആ മസ്അല. ഇതൊരാൾ മൃഗത്തിനെ വാങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? ഒരു മൃഗത്തെ വാങ്ങി ഞാൻ ഉളിഹത്ത് അറുക്കാം എന്ന് നേർച്ചയാക്കി. മൃഗത്തിന് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആടിനെയാകാം, ഒരു എരുമയാകാം, പോത്തിനെയാകാം, എന്തെങ്കിലും ഒരു മൃഗത്തെ വാങ്ങി ഉളിഹത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അവൻ ആ മൃഗം വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഈ മൃഗം നഷ്ടപ്പെട്ടു പോയാലും പിന്നെ വേറൊരു മൃഗത്തിനെ വാങ്ങി അവൻ ഉളിഹത്ത് അറുക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? അവൻ അവിടെ നേർച്ച ചെയ്തത് ഒരു മൃഗത്തിനെ വാങ്ങി ഞാൻ ഉളിഹത്ത് അറുത്തേക്കാമെന്നാണ്. അപ്പം ഈ മൃഗം നഷ്ടപ്പെട്ടാലും വേറൊന്നിനെ വാങ്ങൽ അവൻ നിർബന്ധമായി വരും. മറിച്ച് നേരത്തെ പറഞ്ഞത് മൃഗത്തിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ മൃഗത്തിന് ഉളിഹത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറയുമ്പോൾ അവൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ ഈ മൃഗം നഷ്ടപ്പെട്ടു പോയാൽ അവൻ പിന്നെ വേറൊന്നിനെ വാങ്ങി അറുക്കൽ നിർബന്ധമില്ല, ആ നേർച്ച വീടി. അതല്ലാതെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ വാങ്ങി ഞാൻ ഉളിഹത്ത് അറുത്തേക്കാം എന്ന് നേർച്ചയാക്കിയാൽ ഒരു മൃഗത്തിന് വാങ്ങിക്കൊണ്ട് വന്നു, പക്ഷേ ആ മൃഗത്തിന് പിറ്റേ നോക്കുമ്പോൾ കാണുന്നില്ല, നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അവൻ വേറൊന്നിനെ വാങ്ങി ഉളിഹത്ത് അറുക്കൽ നിർബന്ധമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 7 പേർക്ക് പങ്കുചേരാൻ പറ്റുന്നത് ഒട്ടകത്തിലും അതുപോലെ എരുമ, പോത്ത്, കാള തുടങ്ങിയ ആ മൃഗങ്ങളിലുമാണ്. പിന്നെ ഇതിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? ഈ ഉളിഹത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇറച്ചി കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് അവകാശികൾ? അത് ഫക്കീറും മിസ്കീനും. പിന്നെ ഈ ഉളിഹത്തിൻ്റെ അവകാശികൾ, നമ്മൾ ഇറക്കുന്ന ഉളിഹത്തിൻ്റെ ഇറച്ചിക്ക് അവകാശികൾ ആരൊക്കെയാണ്? അത് ഫക്കീറും മിസ്കീനുമാണ്. എന്നാൽ സുന്നത്തായ ഉളിഹത്താണെങ്കിൽ അത് പണക്കാർക്കും സമ്പന്നർക്കും നമുക്ക് കൊടുക്കാം, പാവപ്പെട്ടവർക്കും കൊടുക്കാം, സമ്പന്നർക്കും എല്ലാം കൊടുക്കാം. പക്ഷേ കുറച്ചെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കണം. സുന്നത്തായ ഉളിഹത്താണെങ്കിലും അറുക്കുന്ന ഇറച്ചി മുഴുവൻ കൊണ്ടുപോയി സമ്പന്നർക്ക് മാത്രം കൊടുക്കാൻ പാടില്ല, കുറച്ചെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കണം. പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുക്കാം, പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ അത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമായ ഉളിഹത്താണെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് ഫക്കീറും മിസ്കീനും മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ നിർബന്ധമായ ഉളിഹത്തിന്റെ മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ്? അത് മുഴുവനും വിതരണം ചെയ്തിരിക്കണം. മുഴുവൻ ഇറച്ചി വിതരണം ചെയ്യാൻ കുറച്ചെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റൂല, എല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കണം. അതുപോലെ നേർച്ചയാക്കിയത് ആരാണോ അവനും അവൻ്റെ കുടുംബത്തിനും അത് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവകാശികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവകാശികൾ ആരാണ്? ഫക്കീറും മിസ്കീനുമാണ്, പാവപ്പെട്ടവർ, അവർക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കുകയും വേണം, മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. സ്വന്തം നാട്ടിൽ അവകാശികളുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കണം. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ആ മൃഗത്തിൻ്റെ തോല്, കൊമ്പ് അതൊക്കെ വിൽക്കാനോ അത് അറുക്കാൻ വന്നവർക്ക് കൂലിയായിട്ടോ ഒന്നും കൊടുക്കാൻ പാടില്ല. അതൊക്കെ അറുക്കുന്നവർക്ക് കൂലിയായിട്ട് കൊടുക്കാതെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അവരത് വിറ്റ് അവർക്ക് കാശെടുക്കാവുന്നതാണ്. അവർക്കതുകൊണ്ട് അവർക്ക് തോലൊക്കെ അവർക്ക് കൊണ്ടുപോയി വിൽക്കാം. അപ്പം നമുക്ക് അത് വിറ്റ് കാശാക്കാൻ പറ്റൂല. മറിച്ച് അതിൻ്റെ തോലും കൊമ്പുമൊക്കെ അതൊക്കെ നമ്മൾ സദഖ ചെയ്യണം, അതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നഖവും മുടിയും നീക്കൽ കറാഹത്താണ്. ഈ ഉളിഹത്ത് കർമ്മം ഉദ്ദേശിച്ചവർക്ക് ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ മാസം 1 മുതൽ നമ്മുടെ ഈ ഉളിഹത്ത് കർമ്മം എന്നാണോ അവർ നിർവഹിക്കുന്നത്, അത് പെരുന്നാൾ ദിവസമാണെങ്കിൽ അന്ന്, അതല്ല പിറ്റേന്നുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിലാണെങ്കിൽ അന്ന്, ആ ഉളിഹത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ നഖവും മുടിയും നീക്കം ചെയ്യൽ അത് കറാഹത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഉളിഹത്ത് കർമ്മം ഉദ്ദേശിച്ചവർക്ക് അവർ ആ സമയത്ത് അത്രയും ദിവസം ദുൽഹിജ്ജ 1 മുതൽ ഉളിഹത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ നഖവും മുടിയും നീക്കരുത് എന്നും ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഈ മസ്അലകളൊക്കെ
ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മളത് മനസ്സിലാക്കേണ്ട മസ്അലകളാണ്. അത് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.